ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 12-ാം തിരുവചനം. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോദോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. വളരെ പ്രതീക്ഷയോടെ, വളരെ ആഗ്രഹത്തോടെ യേശു നമ്മെ സമീപിച്ചിരിക്കുന്ന, നാം ആയിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നമ്മെ അറിയിക്കുവാൻ തൻ്റെ ശിഷ്യരെ അതാത് സമയങ്ങളിൽ നമ്മുടെ ഇടയിലേക്ക് അയക്കുകയും അവരിലൂടെ നാം കേൾക്കുന്ന, നാം മനസ്സിലാക്കുന്ന സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളിൽ തരുന്ന സമാധാനം ഒരനുഭവമാക്കിയും സൗഖ്യദായകനായ യേശുവിങ്കിലേക്കുള്ള ദൂരം കുറച്ച് കൊണ്ടുവരുന്നവരായ നാം ആരും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത യേശുവിൻ്റെ ഒരു തിരുവചനം. ആ ദിവസം സോദോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ, ഈ നഗരത്തിൽ താമസിക്കുന്ന ഓരോ വ്യക്തിയേക്കാൾ സഹനീയമായിരിക്കും എന്ന തിരുമൊഴി. നമുക്കറിയാം, ഒരിക്കൽ ദൈവത്തിൻ്റെ ന്യായവിധി അനുഭവിച്ച സോദോം ഇന്ന് ഒന്നിനും കൊള്ളാത്ത ഡെഡ് സീയുടെ അടിയിൽ, ചാവുകടലിനടിയിലാണ് എന്ന് വിശ്വസിച്ചു പോരുന്നു. അബ്രഹാമും ലോത്തും വഴി പിരിഞ്ഞപ്പോൾ ലോത്ത് തിരഞ്ഞെടുത്ത ഫലഭൂയിഷ്ഠമായ പ്രദേശം, അബ്രഹാമിൻ്റെ ദൈവവുമായുള്ള മധ്യസ്ഥ ശ്രമത്തിന് പോലും രക്ഷപ്പെടുത്തുവാൻ സാധിക്കാതെയിരുന്ന സോദോം. കർത്താവെ, കോപിക്കരുതേ, ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ, 10 പേരെ അവിടെയുള്ളൂ എങ്കിലോ എന്ന് അബ്രഹാം ദൈവത്തിനോട് ചോദിക്കുമ്പോൾ ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന മറുപടി, ആ 10 പേരെ പ്രതി ഞാൻ സോദോം ഗോമോറയെ നശിപ്പിക്കുകയില്ല എന്ന് കൽപ്പിക്കുന്ന ദൈവം. എന്നാൽ ആ നഗരത്തിൽ 10 പേർ പോയിട്ട് ലോത്തും കുടുംബവും ഒഴിച്ച് ഒരാളിനെ പോലും ആ നഗരത്തിൻ്റെ നാശത്തിൻ്റെ സമയം അവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ദൈവത്തിന് കാണുവാൻ സാധിച്ചില്ല. അങ്ങനെ അഗ്നിയും ഗന്ധകവും വർഷിക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ട സോദോമിൻ്റെ സ്ഥിതിയേക്കാൾ മോശമായിരിക്കും എൻ്റെ സദ്വാർത്ത കേൾക്കുവാനും മനസ്സിലാക്കുവാനും അതിനൊത്ത് ജീവിക്കാതെ എന്നെ തള്ളിക്കളയുന്നവരുടെ സ്ഥിതി എന്ന് നമ്മോട് വളരെ വേദനയോടെ പറയുന്ന യേശു. എന്തുകൊണ്ടായിരിക്കാം യേശു ഇത്ര കഠിനമായി സുവിശേഷത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്? സോദോം വലിയ പാപത്തിൻ്റെ പ്രതീകമായിരുന്നതുപോലെ സുവിശേഷം കേട്ടിട്ടും മാനസാന്തരമില്ലാത്ത ഹൃദയവുമായി ജീവിക്കുന്ന ആളുകളുടെ ഹൃദയ കഠിനത അതിലും ഗുരുതരമാണ് എന്ന് നമ്മോട് പറയുന്ന യേശു. ദൈവരാജ്യത്തിൻ്റെ സന്ദേശത്തിന് ചെവി കൊടുത്ത്, എന്നാൽ ദൈവരാജ്യത്തിൽ എളിമയോടും ഹൃദയവിശുദ്ധിയോടും ജീവിക്കാതെ ദൈവരാജ്യത്തെ നിരസിക്കുന്ന ആളുകളോടും നഗരങ്ങളോടും യേശുവിന് പറയുവാനുള്ള സുവിശേഷം ഒരിക്കലും ശപിക്കുവാനല്ല, മറിച്ച് മാനസാന്തരത്തിലേക്ക് നാം ഓരോരുത്തരെയും വിളിക്കുവാനും ദൈവത്തിൻ്റെ വചനം കേട്ടും വായിച്ചും അതിനൊത്ത് ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന യേശുവിൻ്റെ തിരുമൊഴി. ആ യേശുവിൻ്റെ മൊഴി നമ്മിൽ കൂടുതൽ ദൈവിക പ്രകാശം നൽകുവാനും ആ ദൈവിക പ്രകാശത്തിൽ കൂടുതൽ ഉത്തരവാദിത്തോടെ ജീവിക്കുവാനും നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.